പ്രതീക്ഷിച്ചതുപോലെ തുടർച്ചയായ മൂന്നാം പണനയ നിർണയ യോഗത്തിലും അടിസ്ഥാന പലിശ നിരക്ക് 0.5% വെട്ടിക്കുറച്ച US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ്. ഫെഡറൽ ഓപ്പൺ മാർക്കറ്റ് കമ്മിറ്റി അഥവാ FOMC യോഗത്തിന് ശേഷമാണ് 25 ബേസിസ് പോയിന്റ് നിരക്ക് കുറയ്ക്കാൻ തീരുമാനമായത്. ഇത് 2025 മൂന്നാമത്തെ തുടർച്ചയായ നിരക്ക് കുറയ്ക്കലാണ്. പണനയ നിർണയ സമിതി 9-3 എന്ന വോട്ടിനാണ് പലിശ നിരക്ക് കുറച്ചത്. പലിശ നിരക്ക് കുറച്ചത് ആഗോള വിപണികൾക്ക് താൽക്കാലിക ആശ്വാസം നൽകുമെങ്കിലും ഭാവി സൂചനകളിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. ഇത് മൂന്നാം തവണയാണ് നിരക്ക് കുറയ്ക്കുന്നതെങ്കിലും ഫെഡിന്റെ ഭാവി നയങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇപ്പോഴും വ്യക്തമല്ല. 0.5% കുറവ് വന്നതോടെ യുഎസിന്റെ അടിസ്ഥാന പലിശ നിരക്ക് ഇപ്പോൾ 3.5 മുതൽ 3.75%. നിരക്ക് കുറച്ചെങ്കിലും അടുത്ത കുറച്ചു മാസങ്ങളിൽ നിരക്കുകൾ മാറ്റമില്ലാതെ നിലനിർത്തുമെന്ന സൂചനയാണ് ഫെഡ് നൽകുന്നത്. 2026 ഒരു തവണ കൂടി നിരക്ക് കുറച്ചേക്കാമെന്നും സാമ്പത്തിക പ്രൊജക്ഷനുകളിൽ നേരിയ സൂചനയുണ്ട്. അതേസമയം 2 തവണയെങ്കിലും കുറച്ചേക്കാമെന്നും വിലയിരുത്തലുണ്ട്. ഇനിയുള്ള US ഫെഡ് യോഗങ്ങൾ കൂടുതൽ കലുഷിതമായേക്കാമെന്നും പലിശ നിരക്ക് കുറയാനുള്ള സാധ്യത കുറയുന്നുവെന്നുമാണ് വിപണിയിലെ നിരീക്ഷകർ വിലയിരുത്തുന്നത്. FOMC യോഗത്തിന് ശേഷം നടക്കുന്ന പത്രസമ്മേളനത്തിൽ ഫെഡ് ചെയർമാൻ ജെറോം പവൽ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും ഭാവി നിരക്കുകൾക്കായുള്ള ഡോട്ട് പ്ലോട്ട് പ്രൊജക്ഷനുകളും പലപ്പോഴും പലിശ നിരക്ക് തീരുമാനത്തേക്കാൾ സ്വർണ്ണ വിപണിയിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നു. പത്രസമ്മേളനത്തിൽ ഫെഡ് ചെയർമാൻ സമ്പദ് വ്യവസ്ഥ എങ്ങനെ വികസിക്കുന്നു എന്ന് കാത്തിരുന്നു കാണാൻ കേന്ദ്ര ബാങ്ക് സജ്ജമാണെന്ന് വ്യക്തമാക്കി. നിലവിലെ സാഹചര്യം സങ്കീർണവും അസാധാരണവുമാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. US സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ പ്രകടനം വിലയിരുത്തിയാകും തുടർ തീരുമാനങ്ങളെന്നും ഫെഡ് ചെയർമാൻ ജെറോം പവൽ പറഞ്ഞു. വില കുറയ്ക്കൽ സ്വർണ്ണ വിപണിക്ക് അനുകൂലമായ ഒരു ഘടകമാണ്. എങ്കിലും ഫെഡ് ചെയർമാൻ ജെറോം പവൽ ഭാവിയിൽ കൂടുതൽ നിരക്ക് കുറയ്ക്കുമെന്ന വ്യക്തമായ സൂചന നൽകിയിട്ടില്ല. ഭാവി നയങ്ങളെക്കുറിച്ചുള്ള ഫെഡിന്റെ കാത്തിരുന്ന് കാണുക എന്ന നിലപാട് ഹ്രസ്വകാലത്തേക്ക് സ്വർണ്ണവിലയിൽ ചെറിയ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാക്കാം. പലിശ നിരക്ക് കുറഞ്ഞത് യുഎസിൽ ഭവന, വാഹന, വ്യക്തിഗത വായ്പാ പലിശയും ക്രെഡിറ്റ് കാർഡ് പലിശ നിരക്കും കുറയാൻ സഹായിക്കും. അതേസമയം ആനുപാതികമായി ബാങ്ക് നിക്ഷേപ പലിശയും കുറയും. ട്രഷറി നിക്ഷേപങ്ങളുടെ ആദായ നിരക്കും കുറയും. പലിശ നിരക്ക് 0.5% കുറവ് വന്നതോടെ US ഗവൺമെന്റിന്റെ 10 വർഷ ട്രഷറി ഈൽഡ് 4.15 നിന്ന് 4.13% താഴ്ന്നു. അതോടൊപ്പം ഡോളറും തളരുകയാണ്. പലിശ നിരക്കിലെ ഇളവ് തീരെ കുറഞ്ഞുപോയെന്നും അവർ യുഎസിന്റെ വളർച്ചയെ നശിപ്പിക്കുകയാണെന്നും ട്രംപ് പറഞ്ഞു. അവർ ആശങ്കപ്പെടുന്നത് പണപ്പെരുപ്പത്തെക്കുറിച്ചാണ്. അത് വെറുതെയാണ്. US ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവൽ ഹൃദയമില്ലാത്തവനും ബുദ്ധിയില്ലാത്തവനുമാണെന്നും ട്രംപ് വിമർശിച്ചു. പണനയ സമിതിയിൽ പലിശ ഇളവിനായി വാദിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നത് തൊഴിൽ വിപണി ദുർബലമാണെന്നും പിന്തുണയ്ക്കാനെന്നോണം പലിശ നിരക്ക് കുറയ്ക്കണമെന്നുമാണ്. എന്നാൽ താരിഫ് വലിയ പ്രശ്നമാണെന്നും പണപ്പെരുപ്പം ഇപ്പോഴേ ഉയർന്നു നിൽക്കുന്നു എന്നുമാണ് ഇതിനെ എതിർക്കുന്നവരുടെ വാദം. 2026 2027 ഓരോ തവണ മാത്രമേ പലിശ നിരക്ക് കുറയ്ക്കൂ എന്ന ഡോട്ട് പ്ലോട്ട് നിരാശയാണ് നൽകുന്നത്. അതേസമയം ഫെഡിന്റെ മറ്റു ചില പ്രഖ്യാപനങ്ങളും നിരീക്ഷണങ്ങളുമാണ് വിപണിക്ക് ഇപ്പോൾ ഊർജവും പ്രതീക്ഷയുമാകുന്നത്. നിലവിൽ ഫെഡറൽ റിസർവിന്റെ ഈ പ്രഖ്യാപനം വലിയ തോതിൽ അല്ലെങ്കിലും സ്വർണ്ണവില ഉയർത്താൻ കഴിയും എന്നു തന്നെയാണ് പ്രാഥമിക വിലയിരുത്തൽ. ഒന്നാമതായി ഹ്രസ്വകാല കടപ്പത്ര പർച്ചേസ് ഊർജിതമാക്കാൻ ഫെഡ് തീരുമാനിച്ചിട്ടുണ്ട്. രണ്ടാമതായി തൊഴിൽ വിപണി തളർച്ചയിലാണെന്ന് ഫെഡ് സമ്മതിച്ചു. മൂന്നാമതായി പലിശയിൽ തുടർന്നുള്ള തീരുമാനങ്ങൾ സമ്പദ് വ്യവസ്ഥയുടെ പ്രകടനം വിലയിരുത്തിയാകുമെന്ന് പവൽ പറഞ്ഞു. അതായത് പലിശ നിരക്ക് കൂടുതൽ കുറയാനുള്ള സാധ്യത അടങ്ങിയിട്ടില്ലെന്ന് വിപണി കരുതുന്നു. കൂടാതെ നിരക്ക് കുറച്ചത് US ഡോളറിനെ ദുർബലപ്പെടുത്താൻ കഴിയും. ഡോളർ ദുർബലമാകുമ്പോൾ മറ്റു കറൻസികളിൽ സ്വർണം വാങ്ങുന്നവരിൽ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നു. എന്നിരുന്നാലും വിലയിലെ വർധനവ് എത്രത്തോളമായിരിക്കും എന്നത് വിപണിയുടെ മറ്റു ഘടകങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു എന്ന് ഓർത്തിരിക്കുക. ചുരുക്കത്തിൽ അനുകൂലമായ ഘടകങ്ങൾ കാരണം സ്വർണ്ണവില ഉയരാനുള്ള സാധ്യതയുണ്ടെങ്കിലും അത് സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾക്കും ഫെഡറേഷന്റെ ഭാവി നയങ്ങൾക്കും അനുസരിച്ച് വ്യത്യാസപ്പെടാം. US ഫെഡ് പലിശ നിരക്ക് കുറയ്ക്കുകയും ഡോളറും ബോണ്ടും തളരുകയും ചെയ്തതിന് പിന്നാലെ നിലവിൽ സ്വർണവും വെള്ളിയും കുതിപ്പിന്റെ പാതയിലാണെങ്കിലും രൂപയുടെ മൂല്യമിടിവ്, യുഎസിലെ വളർച്ചാ നിരക്ക് സംബന്ധിച്ച ആശങ്കകൾ, താരിഫ് പ്രതിസന്ധി എന്നിവ സ്വർണ്ണവിലയിൽ വെല്ലുവിളി ഉയർത്തുന്നുമുണ്ട്. ബിസിനസ് ഡെസ്ക്, ഗോൾഡ് മാക്സ്.